പദ്ധതികളിൽ അർഹരെ ഒഴിവാക്കാനുള്ള നഗരസഭാ ഭരണസമിതിയുടെ നീക്കം അനുവദിക്കില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം എം ഹമീദ്. ഭവന പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരെ UDF കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ഹമീദ്. പിന്നോക്ക സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് വീട് നൽകേണ്ട പദ്ധതിയിലെ മാനദണ്ഡവും നിയമവ്യവസ്ഥയും അട്ടിമറിക്കാനുള്ള നീക്കം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയെന്നും എം ഹമീദ്. ഭവന പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരെ UDF കൗൺസിലർമാർ നഗരസഭയ്ക്ക് മുമ്പിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ഹമീദ്. രാഷ്ട്രീയവും മതവും ജാതിയുമല്ല ഭവന പദ്ധതിയുടെ മാനദണ്ഡമെന്ന് നഗരസഭ ഭരണസമിതി തിരിച്ചറിയണം. അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വീട് വെക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ ഇതുവരെ നഗരസഭയ്ക്കായിട്ടില്ല. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് പദ്ധതി നടത്തിപ്പിനെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഭരണസമിതി അംഗീകരിക്കാത്തത് വീടെന്ന സ്വപ്നം കാണുന്നവരോടുള്ള ക്രൂരതയാണെന്നും അർഹർക്ക് വീട് ലഭിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നും എം ഹമീദ് ആവശ്യപ്പെട്ടു. കൗൺസിലർമാരായ A കൃഷ്ണൻ, സുഭാഷ് യാക്കര, സെയ്ദ് മീരാൻ ബാബു, ഹസ്നുപ്പ, മിനി ബാബു, സജിത് കുമാർ, FB ബഷീർ എന്നിവർ സംസാരിച്ചു. യാതൊരു നടപടിയും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു വീഴ്ചയാണ്. സാധാരണക്കാരുടെ അഭയകേന്ദ്രമായ, അറിവില്ലാത്തവന്റെ അഭയകേന്ദ്രമായിട്ടുള്ള ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക് ദുരിതം വരുന്ന ഒരു കേന്ദ്രമായി മാറരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ പറയാം. പിന്നെ ഈ ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളുടെ നിയമനത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ കൗൺസിലർമാർ നിരന്തരമായി പല പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ യാചിച്ചിട്ടുണ്ട്, ഗവൺമെന്റിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ, അതുപോലെ തന്നെ ജീവനക്കാരെ നിയമിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണം എന്നുള്ള അപേക്ഷ നിരന്തരമായി ഈ ഭരണാധികാരികളുടെ മുമ്പിൽ ഞങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള